ഓം ശ്രീ ചിന്മയ സദ്ഗുരവേ നമഃ. ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഓം ശ്രീ മഹാസരസ്വത്യേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും സാദര പ്രണാമം. മുല്ലൂർലി ഭഗവാന്റെ തിരുസന്നിധിയിൽ ഏപ്രിൽ 14 വിഷു ദിനത്തിൽ സമാരംഭിക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊള്ളുന്നു. ശ്രീ ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട്, ഗുരുപരമ്പരയുടെ കാരുണ്യം കൊണ്ട് എല്ലാം മംഗളമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവ ഹി. അതെന്തിനു വേണ്ടിയിട്ട് സ്വീകരിക്കുന്നു? മുക്തിയർത്ഥം ഭവസാഗരേ. ഭവസാഗരത്തിൽപ്പെട്ട് ഉഴലാൻ കാരണം അജ്ഞാനമാണ്. അപശ്യതാം ആത്മതത്വം ഗൃഹേഷു ഗൃഹമേധിനാം എന്ന് ശ്രീമദ് ഭാഗവതം ആദ്യം തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് അജ്ഞാന നിരാസമാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ ലക്ഷ്യം. ജ്ഞാനശാസ്ത്രമാണ്. അതുകൊണ്ട് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ജ്ഞാനയജ്ഞമാണ് എന്ന് ആദ്യം സനകാദികളിൽ നിന്ന് ശ്രീമദ് ഭാഗവതത്തിൻ്റെയും ശ്രീമദ് ഭാഗവത സപ്താഹത്തിൻ്റെയും മാഹാത്മ്യം അറിഞ്ഞ ശ്രീ നാരദൻ പ്രഖ്യാപിച്ചത് ജ്ഞാനയജ്ഞം കരിഷ്യാമി ശുഖശാസ്ത്രകഥോജ്വലം എന്നാണ്. ശ്രീമദ് ഭാഗവതം ജ്ഞാനയജ്ഞമാണ്, അജ്ഞാന നിരാസമാണ് ലക്ഷ്യം. ഭഗവത് കഥകളെ കേട്ട് 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 ശുദ്ധമായ അന്ധഃകരണത്തിൽ ഭക്തി ഉണ്ടാകും. ആ ഭക്തി വർദ്ധിച്ച് പരിണതഫലമായി ജ്ഞാനത്തിലേക്ക് എത്താനും കഴിയുന്നു എന്നർത്ഥം. ഇതാണ് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം കൊണ്ട് സാധിക്കേണ്ടത്. മറിച്ചുള്ളതൊന്നും ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന് യോജിക്കുന്നുമല്ല എന്നർത്ഥം. അതുകൊണ്ട് ആവോളം സജ്ജനങ്ങൾക്ക് ഈ വിഷുക്കൈനീട്ടം സ്വീകരിച്ച് ധന്യരാകാൻ ഭഗവാന്റെ കാരുണ്യം, ഗുരുപരമ്പരയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സുപുത്രി സുദർശനയും സഹോദരതുല്യനായ സോമവാര്യരും ഒക്കെ ഉള്ളപ്പോൾ ഭംഗിയായിട്ടവിടെ ഇത് നടക്കട്ടെ. എല്ലാ സജ്ജനങ്ങളെയും ഭാഗവത സപ്താഹയജ്ഞ വേദിയിലേക്ക് സഹർഷം സവിനയം സ്വാഗതം ചെയ്യുന്നുള്ളത്. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.